ഗൈസ്, ഒരു പരിചയമില്ലാത്ത സ്ഥലമൊന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. ഇനി എൻ്റെ അമ്മയാണ് ഇവിടെ വളവനാട് കേട്ടോ എൻ്റെ അമ്മ വീട്. അവിടെ നിങ്ങൾ വളവനാട് അമ്പലത്തിൻ്റെ കുറച്ച് കണ്ടു പോരുമ്പം കോൾഗേറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇന്നിങ്ങനെ ഏത് ഭാഗം എടുക്കേണ്ട റൈറ്റ് എടുക്കുമ്പോൾ റൈറ്റിലെ തന്നെ മൂന്നാമത്തെ വീടാണ് ഞങ്ങളുടേത്. ഒരു കുഞ്ഞു ഗേറ്റാണ് ഗൈസ്. ഈ ഒരു ഗ്രേ കാണുന്ന അപ്പുറത്ത് റെഡ് ആണ് ഗൈസ്. അപ്പോൾ റെഡ് ഗേറ്റ് ആണ് എൻട്രൻസ്. ഇന്ന് ഞാൻ ടോപ്പിക്കിലോട്ട് കിടക്കാം. എൻ്റെ വീട്ടിലെ ഗാർഡനാണ്. എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ഗാർഡൻ കാണിച്ചു, എൻ്റെ വീട്ടിലെ ഗാർഡൻ കാണിച്ചു. അപ്പോൾ എൻ്റെ അമ്മ വീട്ടിലെ ഗാർഡനും കൂടെ കാണിക്കാമെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ഗൈസ് അറിയാതെ എൻ്റെ കൈ ക്യാമറയുടെ മറവിൽ വന്നപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരത്തേക്ക് ഇത് എങ്ങനെ ആയിപ്പോയി കാണും. സോറി, അറിയാതെ ചെയ്തതാണ്. അത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഗൈസ്, ഞാൻ പോകണതിന് മുമ്പേ അനിയൻ്റെ ഗാനമേള ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക ഗൈസ്, അവനോട് വെള്ളത്തിൽ കളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗാനമേളയാണ് നിങ്ങൾ കണ്ടത്. പോകുമ്പോൾ തന്നെ 2 ദിവസം പുല്ല് പിടിപ്പിച്ചിരിക്കണമെന്നൊന്നും ആരും ഓർക്കില്ല. തന്നെ വളർന്നു കയറിയതാണ് കുത്തിച്ചെടി പോലെ. നമുക്ക് അവിടെ കുറച്ച് ഗാർഡനൊക്കെ ആദ്യം കാണാനുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരേണ്ടതും. ഇവിടെ ഇത് അപ്പുറത്ത് ലൂബിക്ക മരമാണ് ഗൈസ്. ലൂബിക്ക ഞാൻ കാണിച്ചു തരാം ഗൈസ്. ലൂബിക്ക അതെ ഗൈസ്, ഇത് ലൂബിക്കയാണ് ഗൈസ്. നിറയെ ലൂബിക്കയുണ്ട് ഒരു സൈഡിലായിട്ട് ഗൈസ്. നിറയെ ലൂബിക്കയാണ് ഇവിടെ. പിന്നെ ഇത് നമ്മുടെ ശംഖുപുഷ്പം ഇല്ലേ ഗൈസ്, അതാണ് അമ്മാമ്മ ഇവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു ഗൈസ്. ശംഖുപുഷ്പമാണ് ഗൈസ്. അടിപൊളിയല്ലേ ഗൈസ്. ശംഖുപുഷ്പമൊക്കെ ഇങ്ങനെ വഴിയിൽ തന്നെ വെച്ച് നിങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട് ശംഖുപുഷ്പം. പിന്നെ എൻട്രൻസ് ആണ് വരുന്നത്. നമ്മളിങ്ങനെ പതുക്കെ നടന്ന് നമുക്ക് എൻട്രൻസിലോട്ട് എത്താൻ പറ്റുന്നതാണ്. ഞാൻ എൻട്രൻസിലോട്ട് നടക്കുകയാണ് ഗൈസ്. എൻട്രൻസ് ഒരല്പം നേരം കഴിയുമ്പം എൻട്രൻസ് എത്തുന്നതായിരിക്കും. ഇതാണ് ഗൈസ് എൻട്രൻസിൽ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഒരു പൂവാണ് ഗൈസ് നമ്മൾ എല്ലാവരും കാണുന്നത്. ഈ പൂവിൻ്റെ പ്രത്യേകതയുണ്ട് ഗൈസ്. നല്ലൊരു പൂവാണ്, മൊട്ടാണ് ഗൈസ്. ഇത് പൂവിൻ്റെ പ്രത്യേകത ഇവിടെ മഞ്ഞ സാധനമേ കാണാമല്ലോ. ഇത് ആ മഞ്ഞ സാധനം നമ്മളിങ്ങനെ കൈ പറിച്ച് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെയാവും ഗൈസ്. അങ്ങനെ വളർത്തി ഇങ്ങനെ പിടിപ്പിച്ചിരിക്കണേ. അതിൽ തന്നെ വാഴയിലെ കൂട്ടുള്ള കുറച്ച് നീട്ടമുള്ള ഈ ഒരു ചെടിയാണ്. പർപ്പിൾ ഒരു പൂവ് അങ്ങനെ ഒരു ചെടിയാണ്. അതിൻ്റെ തന്നെ യെല്ലോയും കാണാം ഗൈസ്. നല്ലവണ്ണം തന്നെ എൻ്റെ അനിയൻ്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. ക്ഷമിക്കുക, ഞാൻ നല്ല ഉച്ചത്തിൽ വർത്തമാനം പറയാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കേൾക്കാനായിട്ട് പറ്റും ഗൈസ്. അവനവിടെ ഗാനമേള നടത്തുവാണ്. അവിടെ വെള്ളത്തിൽ കളിക്കുകയാണ് ഗൈസ്. അവിടെ ഒരു പൈപ്പുണ്ട്, അവിടെ വെള്ളത്തിൽ കളിക്കണം. ഇത് ഗൈസ് ഒരു ചെടിയാണ്. ഇതെന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല. സോ അറിയാത്ത കാര്യം ഞാൻ പറഞ്ഞു തരാനും വന്നില്ല ഗൈസ്. എന്തായാലും ഇതൊരു മുള്ള ടൈപ്പ് ചെടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും കൈയൊക്കെ എനിക്ക് ഒരു ഇതിൻ്റെ ഒരു ടെസ്റ്റർ കാണുമ്പോൾ തോന്നുന്നുണ്ട് ഇതൊരു മുള്ളി ടൈപ്പ് ചെടിയാണെന്ന്. കണ്ടോ ഗൈസ്, ആ ഒരു ടെസ്റ്റർ തെറ്റിപ്പോകുന്നില്ല അവിടെ. അങ്ങനെ അത് തോന്നുന്നുണ്ട്. ഇതൊരു ചെമ്പരത്തിയാണെന്ന് തോന്നുന്നു ഗൈസ്. ഒരു ചെമ്പരത്തിയാണ്. അതിൻ്റെ മൊട്ടുകളാണ് കൊച്ചു ചെടിക്കുന്നത്. നല്ല രസമാണ് ഗൈസ്. ഞാൻ ഇവിടെ പൈപ്പിൽ കളിക്കുകയാണ് ഗൈസ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഗൈസ്. പൈപ്പിൻ്റെ ഭാഗം അവനവിടെ കളിക്കുകയാണ് ഗൈസ്. അതിൻ്റെ ഗാനമേള. പിന്നെ ഇത് എന്തൊരു പൂവാണ്, എനിക്ക് നല്ല തണൽ കിട്ടുന്ന ഒരു ചെടിയാണിത്. എന്താണെന്നൊന്നും നോ അറിയുന്നത്. പിന്നെ ഇതെനിക്ക് അറിയില്ല ഗൈസ്. എന്നാൽ നമ്മൾ പറഞ്ഞു തന്നെ ഗൈസ്. പട്ടിക്കുട്ടൻ്റെ കുരയും കൂടെ അതിൻ്റെ ഇടയ്ക്കുണ്ട്. ഇത് ഏതോ ഒരു മുല്ലപ്പൂ പോലത്തെ ഒരു ചെടിയാണ് കാണിച്ചപ്പോൾ നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞു തന്നു ഗൈസ്. ആ ചെടി താഴെപ്പോയി ഗൈസ്. എനിക്ക് നല്ല സങ്കടം ഉണ്ട്. അപ്പോൾ താല്പര്യം ഞാൻ കാരണം പോയ പൂവാണ്. അതുകൊണ്ട് അതിൻ്റെ സങ്കടമാണ് എനിക്ക് കൂടുതലും ഉള്ളത്. പിന്നെ ഗൈസ് നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ എൻ്റെ അമ്മാമ്മയുടെ ഇത് പ്ലാവാണ് ഗൈസ്. കണ്ടോ, പ്ലാവാണിത്. ഇവിടെ ഇത് എന്താണെന്നൊന്നും എനിക്കറിയില്ല, വിശദീകരണമായി പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇങ്ങോട്ട് പോരുവാണെങ്കിൽ ഇത് പയറ് പടർത്തി വിട്ടിരിക്കുകയാണ് എൻ്റെ അമ്മ. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ പയറ്.
പയറ് നല്ല എനർജി ആയിട്ട് നിൽക്കുന്നുണ്ട് ഗൈസ്. നല്ല അടിപൊളി പയറാണെന്നുള്ള നല്ലോണം നീട്ടമുണ്ട് ഗൈസ്. കണ്ടോ, എനിക്ക് ഇവിടം വരെ ഇങ്ങനെ പോലുള്ള നീട്ടാണ് ഈ പയറിനുള്ളത്. ഈ പയർ ഗൈസ് ഇത് നല്ല ഇരട്ടപ്പയറുകളാണ്. ഒരേ വള്ളിയിൽ നിന്ന് ഇങ്ങനെ ഗൈസ്, എനിക്ക് വള്ളി കാണിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഒരേ വള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പടർന്ന് 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 വരുന്ന പള്ളിപ്പയറുകളാണ്. ഇനിയിപ്പം നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ എന്ത് ചെടിയാണ്? ഏതോ ഒരു ചെടി അതിങ്ങനെ വൈറ്റ് ലീഫായിട്ടിരിക്കുന്നത് നല്ല രസമാണ് ഗൈസ് കാണാൻ. ഇത് ഇവിടുത്തെ ജപ്പാൻ്റെ കണക്ഷനാണ് ഗൈസ്. ഇപ്പം നോക്കുവാണെങ്കിൽ ഇപ്പം ഇവിടെ വെള്ളം ഉണ്ട് ഗൈസ്. ഇച്ചിരി വെള്ളമേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ട് എനിക്ക് കാണിച്ച് തരാൻ പാടാണ്. ഇച്ചിരി വെള്ളമേ ഉള്ളൂ ഗൈസ്. അവൻ വെള്ളത്തിൽ കളിക്കുന്നു. ഗൈസ് ഇവൻ വെള്ളത്തിൽ കളിക്കാന്ന് പറഞ്ഞ് മേലെ പോവാണ്. പിന്നെ ഇവിടെ ഗ്രീൻ മുളക് ഗൈസ്. ഗ്രീൻ മുളക് എന്നല്ല, പച്ചമുളക്. തീർന്നു ഗൈസ് പച്ചമുളക്. പച്ചമുളകുണ്ട് ഗൈസ്. പച്ചമുളക് എനിക്ക് ഇഷ്ടമല്ല, ഇഷ്ടമാണ് പക്ഷെ കറിയിലൊക്കെ ഇടുമ്പോൾ നല്ല എരിവ്. പിന്നെ ഇത് എന്തൊക്കെയൊക്കെയോ ഒരു മഞ്ഞപ്പിത്തം പിടിച്ച ചെടിയാണ് ഗൈസ്. മഞ്ഞ ഗ്രീനായിട്ടുള്ളൊരു ചെടിയാണ്, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇത് അത്യാവശ്യം നല്ലൊരു പർപ്പിൾ ഒരു ചെടിയാണ്. ഇത് നല്ല അടിപൊളി ചെടിയാണ് ഗൈസ്. ഇതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, അത്രയും നല്ലൊരു ചെടിയാണ്. പിന്നെ ഇത് അമ്മാമ്മ പടർത്തി പിടിപ്പിക്കണ ചെടിയാണ് ഗൈസ്. എന്താന്ന് ചോദിച്ചപ്പോൾ പേരെനിക്കറിയില്ല, എന്നാലും അമ്മമ്മ പടർത്തി പിടിപ്പിക്കണ ചെടിയാണ്. ചൈനീസാ. പിന്നെ ഗൈസ് ഇവിടെ ഒരു പൂവാണുള്ളത്. ഈ പൂ ഏത് പൂവാണെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്, പക്ഷെ എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഗൈസ്. ഇത് തടിനിയും ആണെന്നാണ് തോന്നുന്നത്. ഇതെന്തോ ഒരു ചെടിയാണ് ഗൈസ്. പിന്നെ ഇവിടെ പച്ചമുളക്, ഇത് പിന്നെ കൂർക്ക, പിന്നെ ഇത് പിന്നെ തുളസി, പിന്നെ ഇത് പിന്നെ ഇത് പിന്നെ വേറൊരെണ്ണം, പിന്നെ അത് അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. പിന്നെ ഗൈസ് ഒരു പച്ചമുളക്. ഇവിടെ വെണ്ടക്കയാണെന്ന് തോന്നുന്നു ഗൈസ്. ഇത് ഗൈസ് ഇവിടെ ഒരു വെണ്ടക്ക നിപ്പുണ്ട് ഗൈസ്. ഉണങ്ങിയ വെണ്ടക്ക. എന്താ ചെയ്യും? കൂർക്ക. പിന്നെ ഇത് നല്ല ചേലുള്ളൊരു ചെടിയാണ് ഗൈസ്. പിന്നെ നമുക്ക് ഇവിടെ എല്ലാവരും ഒന്ന് ചുറ്റാൻ മാത്രമേ എനിക്ക് ഇത് പറ്റുള്ളൂ ഗൈസ്. പിന്നെ ഇത് എന്തോ ഒരു ചെടിയാണ് ഗൈസ്. ഞാൻ ഇവിടെ പറത്തി പിടിപ്പിച്ചത് അങ്ങനെ ചെടിയാണ്. ഇത് മതിൽപ്പച്ചയാണെന്നാണ് അമ്മാമ്മയുടേത്. പിന്നെ തുമ്പ വരെ ഇവിടെ അമ്മാമ്മ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. ഈ ഗാർഡൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ഇറ്റ്. ഞാൻ ഈ ഒരു ഗാർഡൻ്റെ വീഡിയോ ഇടാം. പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യണം. ഞങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടുന്ന് പോകും ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അത്രയും പെട്ടെന്ന് ഈ ഗാർഡൻ്റെ വീഡിയോയും കൂടി ഇടാൻ. ഇപ്പം ഇടിയാലാം, അങ്ങനെ അങ്ങോട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. ഒരു ക്യൂട്ട് തത്തമ്മേനെയും കൂടെ കാണിച്ചു തരാം ഗൈസ്. ഇവനാണ് ഞങ്ങളുടെ ക്യൂട്ട് തത്തമ്മ. അവൻ്റെ ഇത് തന്നെ, അവൻ തന്നെ സ്വയം അവൻ തന്നെയാണ് ഗൈസ് ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗൈസ് പിന്നെ മെയിനായിട്ട് ഞങ്ങൾക്കൊരു പട്ടിക്കുട്ടിയുണ്ട് ഗൈസ്. ഇവനാണവൻ. ഇവൻ ഞങ്ങളുടെ പൊന്നാണ് ഗൈസ്. ഇവനില്ലാതെ ഞങ്ങളും ഇല്ല, ഞങ്ങളില്ലാതെ ഇവനും ഇല്ല ഗൈസ്. ചക്കരയാണ് ഗൈസ്, പുഞ്ഞുണ്ണിയാണ് ഗൈസ്. ഇവൻ ഞങ്ങളുടെ പൊന്നാണ് ഗൈസ്. ഇവന് ഒരു കൈ ഭാവിയായപ്പോൾ ഞങ്ങളൊരു ബോക്സിനകത്തോട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പം ബോക്സിനകത്ത് പോയിട്ടൊരു പെട്ടിക്കാട് പോലും ഞങ്ങൾ കയറത്തില്ല ഗൈസ്. അതുകൊണ്ട് പിന്നെ ഇപ്പം ഞങ്ങൾ പെട്ടിക്കാട്ടൊന്നും വേണ്ടി ഇടാറില്ല ഗൈസ്. നല്ല ക്യൂട്ടായിട്ടുള്ള ജിമ്മൻ എന്നല്ലോ ഇവൻ്റെ പേര്. ജിമ്മു എന്നാണ് പറയുന്നത് ഞങ്ങൾ, ജിമ്മൻ. ഇനി കുറച്ച് ലവ് ബേർഡ്സ് ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ്, പക്ഷേ അത് നിങ്ങൾ മരിച്ചുപോയി ഗൈസ്. ലവ് ബേർഡ്സിന് 2 കൂടുകളാണ് ഈ കാണുന്നത്, പക്ഷെ മരിച്ചുപോയി എന്ന് പറയാനും. പിന്നെ വാവിനെ കുറച്ചധികം നേരം തന്നെ ഞാൻ കൊഞ്ചിക്കലാണ് ഗൈസ് എൻ്റെ. നമ്മുടെ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജിമ്മിക്കുട്ടൻ്റെ വായാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം. നല്ല രസമായിട്ട് അവനെ കളിപ്പിക്കുക, നല്ല ഭംഗിയാണ് ഇവനെ കാണാൻ. ശേഷമാണ് ഗൈസ്. ഇതിലൂടെ ഇരുന്ന് നമ്മൾ നേരം നമ്മൾ കളിച്ചു പോകണം. ഇവൻ്റെ കൂടെ ഇരുന്ന സമയം പോകണം നമ്മൾ അറിയത്തില്ല. അതാണ് ഇവൻ്റെ മെയിൻ പ്രത്യേകത ഗൈസ്. ഇവനെ എന്നെ കടിക്കും ഗൈസ്. അപ്പം നമുക്ക് ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.